ഹായ് ഹലോ, ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നീലിമയെ പിടികൂടാനായിട്ട് പല അടവുകളും സുധിയും ശ്രുതിയും കൂടി ശ്രമിക്കുമ്പോ നീലിമ അവരുടെ അടുത്ത് തന്നെയുള്ള കാര്യം അവരാരും തന്നെ അറിയുന്നില്ല. എന്നാൽ സച്ചിക്ക് പോലും അറിയത്തില്ല തന്റെ ചേട്ടന്റെ കയ്യിൽ നിന്നും പൈസ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയാണ് നീലിമ എന്നുള്ള കാര്യം. ഇനി എന്തൊക്കെ സംഭവിക്കും, നീലിമയെ പിടികൂടാനായിട്ട് അവർക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ആ പ്രശ്നങ്ങളിലേക്ക്, അതായത് നീലിമ ഇത്രയും നാളും രക്ഷപ്പെട്ടു പോയ ശ്രുതിയുടെയും സുധിയുടെയും കയ്യിൽ അകപ്പെടാൻ വേണ്ടിയിട്ട് പോകുവാണ്. മാക്സിമം തന്റെ ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി എല്ലാം ചെയ്തു കൂട്ടുന്നത്. എന്നാൽ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ശ്രുതിയെയും സുധിയെയും മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടും അവരെ ദ്രോഹിക്കാനുമായിട്ടും സച്ചി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സച്ചി തന്നെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ശ്രുതിയെ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ ശ്രുതി പോയെങ്കിലും തനിക്ക് പൂരി മസാലയും കഴിക്കാമല്ലോ എന്ന് സന്തോഷത്തോടെ ഇരുന്ന സുധിക്കും സച്ചി പാര കൊടുത്തു. സച്ചി പറഞ്ഞത്, നിന്റെ ഭാര്യ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ നിനക്ക് അവൾക്കൊപ്പം നിന്ന് സഹായിച്ചൂടേടാ. നിന്റെ ഭാര്യ ഇത്രത്തോളം വ്രതം നോക്കുമ്പോ നിനക്കും അവൾക്കൊപ്പം നിന്ന് വ്രതം നോക്കിക്കൂടെ? അതാണ് നല്ലൊരു ഭർത്താവിന് ചെയ്യേണ്ടത്. നല്ലൊരു സ്നേഹമുള്ള ഭർത്താവ് അങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ സച്ചി ഒരുപാട് പറഞ്ഞ് ചന്ദ്രമതിയെ എരിവേറ്റിയപ്പോ ചന്ദ്രമതിയും സച്ചിയുടെ ഭാഗത്ത് നിന്നു. സുധിയോട് ശ്രുതിക്കൊപ്പം പോയി നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടും ഇപ്പൊ നീ കഴിക്കണ്ട, ശ്രുതിക്കൊപ്പം വ്രതം നോക്കാനായിട്ടും ചന്ദ്ര പറഞ്ഞു. അത് കേട്ടപാടെ തന്നെ തല ദേഷ്യം വന്നു നിന്ന ശ്രുതി സുധിയോട് പറഞ്ഞിട്ട് പുറത്തു പോകാമെന്ന് പറഞ്ഞ് സുധിയെ വിളിച്ചോണ്ട് പോകുവാണ്. അങ്ങനെ അവര് സന്തോഷത്തോടു കൂടി സച്ചി പൂരിയും മസാലയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീലിമയുടെ കോള് വരുന്നത്. തന്നെ കൊണ്ടുവിട്ട് അതേ ഹോട്ടലിലേക്ക് എത്താമോ, തനിക്ക് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകണം, അപ്പോ സച്ചിയോട് ട്രിപ്പ് വരാമോ എന്ന് ചോദിച്ചു. എന്നാൽ വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ നേരെ നീലിമയെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് നേരെ പോയത് നീലിമ കാനഡയിലേക്ക് പോകാനായിട്ട് സഹായിച്ച ആ ഒരു ഏജൻസിയിലേക്കാണ്. ഏജൻസിയിൽ പോയതിനു ശേഷം അവിടെ നിന്ന് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിട്ടേൺ ടിക്കറ്റ് വാങ്ങുകയും പൈസ അയച്ചു കൊടുക്കുകയും അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിലുമാണ് സുധിയും ശ്രുതിയും അവിടെ വന്ന കാര്യം അവിടുത്തെ സ്റ്റാഫ് നീലിമയോട് പറയുന്നത്. നീലിമയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാഡത്തിനെ അന്വേഷിച്ച് ഇവിടെ 2 ദിവസം മുന്നേ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു എന്നും ഒരു ഭാര്യയും ഭർത്താവുമാണ്. മാഡത്തിന്റെ മാഡം കുടുംബവുമായിട്ട് വഴക്കുണ്ടാക്കി തെറ്റിപ്പിരിഞ്ഞു പോയതാണ്. മാഡത്തിന്റെ അച്ഛമ്മ മരിച്ചുപോയി. എന്നാൽ മാഡത്തിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കയ്യിലെ നമ്പർ ഒന്നും ഇല്ല. അതുകൊണ്ട് മാഡത്തിന്റെ ഡീറ്റെയിൽസ് തരാമോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തോളാം എന്നും കൂടി അവർ പറഞ്ഞു. കൂടാതെ തന്നെ മാഡത്തിന്റെ ഫോട്ടോയും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പക്ഷെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. അപ്പൊ അവരുടെ പേരെന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോ അതെ, ആ ഒരു ഭർത്താവിന്റെ പേര് സുധി എന്നാണ്. അപ്പോ സുധി എന്ന പേര് കേട്ടപ്പോ തന്നെ നീലിമയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി. സുധി കല്യാണം കഴിഞ്ഞതായിട്ടും പിന്നെ എന്നെ തേടി നടക്കുന്ന കാര്യവും ഇപ്പോ നീലിമയ്ക്ക് മനസ്സിലായി. മണ്ടൻ സുധിയാണ്, അവൻ ഇപ്പോഴും എന്നെ മറന്നിട്ടില്ല, അവൻ എന്നെ തേടി നടക്കുവാണ്. എന്തായാലും സ്റ്റാഫിനോട് തന്നെ നീലിമ പറയുന്നുണ്ട്, എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല, കാരണം അവര് ഫ്രോഡാണ്. എന്റെ അച്ഛമ്മ മരിച്ചിട്ട് 3 വർഷമായി, പക്ഷെ അവര് കള്ളം പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വന്നതെന്ന് കൂടി പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നീലിമ അവിടെ നിന്ന് ഇറങ്ങി. എങ്കിൽ പോലും സുധി തന്നെ അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു കാര്യം അറിഞ്ഞപ്പോ തന്നെ നീലിമയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും. അമ്പലത്തിൽ പോയപ്പോ സുധിയെ കണ്ടതും ഇതും കൂടി ആയപ്പോ നീലിമയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീലിമ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നപ്പോ സ്ഥിരം പോകുന്ന പാർലറിൽ വിളിച്ചു ചോദിച്ചു. എന്നാൽ ആ പാർലർ അവിടെ ഇല്ല, നിർത്തിപ്പോയി എന്നാണ് നീലിമയ്ക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ സച്ചി തന്നെ പറയുന്നുണ്ട്, മാഡം പാർലറിലേക്കാണെങ്കിൽ തനിക്ക് പരിചയമുള്ള ഒരു പാർലർ ഉണ്ട്, മാഡത്തിന് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ഞാൻ അവിടേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ നീലിമയും കൊണ്ട് ആ പാർലറിലേക്ക്, അതായത് ശ്രുതിയുടെ പാർലറിലേക്ക് പോയി. പാർലറിൽ ഇറക്കിയ ഉടനെ തന്നെ നീലിമ പറഞ്ഞു, സച്ചി പൊയ്ക്കോ, എനിക്കിവിടെ കുറച്ചു നേരം എടുക്കും, നല്ല ടൈം എടുക്കും, അപ്പൊ സച്ചി പൊയ്ക്കോ, അഥവാ ആവശ്യമുണ്ടെങ്കിൽ താൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് നീലിമ അകത്തേക്ക് കയറിയത്. സച്ചിക്ക് പൈസയും കൊടുത്തു. സച്ചി പോയി. പിന്നാലെ തന്നെ നീലിമ അകത്തേക്ക് കയറിയതിനു ശേഷം അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു. എന്നിട്ട് ശ്രുതിയോട് ചോദിച്ചപ്പോ ഫേഷ്യലല്ലേ പെട്ടെന്ന് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഫേഷ്യലും പിന്നെ ത്രെഡിങ്ങും ചെയ്യാനായിട്ടാണ് നീലിമ അവിടേക്ക് വന്നത്. അകത്ത് കയറി ശ്രുതിയെ കണ്ടപ്പോ നീലിമയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ശ്രുതിക്ക് മനസ്സിലായി. കാരണം അന്ന്
ആ ഏജൻസിയിൽ പോയ സമയത്ത് നീലിമയുടെ ഫോട്ടോ കാണിക്കുന്ന നേരത്ത് സുധി കാണിച്ച ഫോട്ടോ ശ്രുതി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കൊണ്ടുപോയ നീലിമയല്ലേ, ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കള്ളിയാണെന്ന് പറയത്തില്ല എന്ന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് സുധിയെ വിവരം അറിയിക്കണമെന്ന് മനസ്സിലാക്കിയ എന്ന് വിചാരിച്ച ശ്രുതി നീലിമ അവിടെ ഇരുത്തിയിട്ട് അത്യാവശ്യമായിട്ട് ഒരു ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി. എന്നിട്ട് സുധിയെ വിളിച്ച് കാര്യം പറഞ്ഞു. സുധിയാണെങ്കിൽ എങ്ങനെയെങ്കിലും കാനഡയിൽ പോകാനായിട്ട് പൈസ ഒപ്പിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാനായിട്ട് പോയതാണ്. എന്നാൽ പൈസ കിട്ടാതെ നിരാശയോടുകൂടി വരുന്ന സമയത്താണ് ശ്രുതിയുടെ കോള് വരുന്നതും നീലിമ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടി അറിയുന്നത്. അതോടുകൂടി സുധി നേരെ ആ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് പോയി. എന്നാൽ സുധി വരുന്നത് വരെ നീലിമ കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കാനായിട്ടും ശ്രുതി ശ്രമിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞ് നീലിമയ്ക്ക് ത്രെഡ് ചെയ്ത് കൊടുത്തു. ത്രെഡ് ചെയ്ത് ഇരിക്കുവാണ്. ഇതിനിടയിൽ രേവതി കടയില് പൂ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് പൂ കൊടുക്കാനായിട്ട് റോഡിന് ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, അവിടെ പൂ കൊടുക്കണം. എന്നാൽ രേവതി അവിടെ തന്നെ ഈ റോഡിന് ഇപ്പുറത്തെ സൈഡിൽ തന്നെ വണ്ടി ഒതുക്കിയിട്ട് വണ്ടിക്കകത്ത് തന്നെ താക്കോല് വെച്ചിട്ട് നേരെ പോയി പൂ കൊടുക്കാനായിട്ട് അവിടെ പോവുകയും പൂ കൊടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ കടയിലെ ഉടമസ്ഥന് തൊട്ടടുത്താണ് തന്റെ വീട്. അപ്പൊ ഞാൻ വീട് വരെ പോയിട്ട് വരാം, നീ ഒന്ന് 5 മിനിറ്റ് ഇവിടെ നിൽക്കാമോ എന്ന് ചോദിച്ചു. രേവതി സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഒരു ആള് പോയത്, അതായത് അവിടുത്തെ ഉടമസ്ഥൻ കടയിൽ വീട്ടിലോട്ട് പോയത്. അപ്പൊ രേവതി അവിടെ വെയിറ്റിംഗ് ആണ്. എന്നാൽ നീലിമയുടെ കാര്യമൊന്നും രേവതിക്ക് അറിയത്തില്ല. നീലിമയെ ഇത്രയും 2 ദിവസം ട്രിപ്പിന് കൊണ്ടുപോയ സച്ചിക്ക് പോലും ഈ കാര്യങ്ങൾ അറിയത്തില്ല. ഇതാണ് തന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കൊണ്ടുപോയ നീലിമയെന്ന്. സുധിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ത്രെഡ് ഒക്കെ ചെയ്തു, എല്ലാം ഓക്കെ ആയി. ഇനി അടുത്ത് ഫേഷ്യലാണ്. അതിനു മുന്നേ തന്നെ സുധി വരണം. സുധി വന്നാൽ മാത്രമേ പിടികൂടാൻ പറ്റത്തുള്ളൂ, നീലിമയ്ക്ക് ഒരു പണി കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ശ്രുതിക്ക് അറിയാം. അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? എന്തായാലും നീലിമയ്ക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അന്ന് സുധിയെ കബളിപ്പിച്ച് 50 ലക്ഷം തട്ടിക്കൊണ്ട് പോയെങ്കിലും ഇനി സുധിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നീലിമയ്ക്ക് സാധിക്കത്തില്ല. ഇനി നീലിമയുടെ കയ്യിൽ നിന്നും പൈസ തിരിച്ചു വാങ്ങാനായിട്ട് സുധിക്കും ശ്രുതിക്കും സാധിക്കുമോ? നീലിമയുടെ യഥാർത്ഥ മുഖം തനിനിറം എന്താണെന്ന് പുറത്തു കൊണ്ടുവരാനായിട്ടും അവർക്ക് സാധിക്കുമോ? സുധിയുടെ കാനഡ സ്വപ്നം എന്ന കാനഡ എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.